ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് റൂമിൽ നിന്ന് മറ്റേടെയല്ല മക്കയിലേക്കാണ്. അപ്പോൾ 5:15 5:10 അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ റൂമിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി സുബഹ് നിസ്കരിച്ചതിന് ശേഷം വിദായിൻ്റെ ഒരു തവാഫും കൂടി ചെയ്യാനുണ്ട്. കാരണം നമ്മൾ മക്ക വിട്ടിട്ട് നമ്മളിപ്പോൾ ഇനി മദീനയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമുക്ക് വിദായിൻ്റെ തവാഫും കൂടി ചെയ്യണം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ പോയാണ് നമുക്ക് അവിടെ നിന്ന് തന്നെ സുബഹ് നിസ്കരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുള്ളത്. എന്തോ ഭാഗ്യത്തിന് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയ ബാങ്ക് കൊടുക്കുമ്പോഴേക്ക്, കാരണം ബാങ്ക് കൊടുത്ത് കഴിഞ്ഞാൽ എല്ലാ ഗേറ്റും അടക്കും. പിന്നെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വിടത്തില്ല. പിന്നെ നിസ്കാരം എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അത് തുറക്കൂലൂ. അപ്പോൾ എന്തോ ഭാഗ്യവശാൽ നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ നിസ്കരിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം വിദായിൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നിസ്കാരം കഴിഞ്ഞ പാടായതുകൊണ്ട് തന്നെ, പിന്നെ രാവിലെ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് നമ്മൾ ആദ്യം വന്ന ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നീട് നമ്മൾ അവിടെ നിന്ന് വിട്ട് പിന്നെ വേറെ വഴിയിലേക്ക് പോയി അങ്ങനെ കുറേ ചുറ്റിയിട്ടാണ് ലാസ്റ്റ് നമുക്ക് കഅബൻ്റെ അങ്ങോട്ടേക്ക് എത്താൻ പറ്റിയത്. കാരണം ഓൾമോസ്റ്റ് ഗേറ്റും അടച്ചിട്ടുണ്ട്. കാരണം രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇവർ ചില ടൈം ചില ഗേറ്റുകൾ തുറക്കും, ചിലത് പൂട്ടും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഏതാണ് തുറക്കാന്നുള്ളത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും വിദായിൻ്റെ തവാഫൊക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ഇവിടുന്ന് പോയാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമുക്കിനി അടുത്ത കൊല്ലം ഇനി വരാൻ പറ്റത്തില്ല. കാരണം ഒരു കൊല്ലം തോന്നുന്നു, ഒരു കൊല്ലം കഴിഞ്ഞിട്ടേന് അടുത്ത ഉംറ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത കൊല്ലം വരാൻ പറ്റുകയാണെങ്കിൽ ഇനി അടുത്ത കൊല്ലം മാത്രമേ നമുക്കിനി ഈ മക്കത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അൽഹംദുലില്ലാഹ് എല്ലാ തവാഫും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇനി നേരെ റൂമിലേക്ക് പോയെന്ന്. ഇനി ഇവിടുന്ന് നമ്മിനി ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി കുറേ സമയം കഴിഞ്ഞിട്ടേ നമ്മിനി പോകത്തുള്ളൂ. ഇപ്പോഴേ പോകത്തില്ല, കാരണം ആരും വരണത്ര. നമ്മൾ ഇവിടുന്ന് നടന്ന് പോകുമ്പോഴാണ് 2-3 ആൾക്കാരൊക്കെ അവർ ചായയൊക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞ ശേഷമാണ് അവർ തിരിച്ച് ഇതായിൻ്റെ തവാഫൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടായിരുന്നത്. നമ്മൾ എന്ത് ചെയ്തത്, നമുക്ക് സുബഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ രാവിലെ തന്നെ പോയത്. ചായ ഒന്നും കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിന്നിട്ടില്ല. വേഗം എണീച്ച് വേഗം അങ്ങ് ഇറങ്ങിയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അതുകൊണ്ട് നമുക്ക് നിസ്കാരം കിട്ടി. അതുകൊണ്ട് നല്ലതന്നെ രാവിലത്തെ ആ ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു എന്താ പറയുക, രാവിലത്തെ ആ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ മക്കത്തിൻ്റെ അങ്ങനെ അതിൽ കാണാൻ പറ്റി. പിന്നെ നടന്നത് പ്രാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഗോതമ്പെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും ഈ മക്കത്തെ പ്രാവിനൊക്കെ കൊടുക്കുന്നുണ്ട്, ഗോതമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഇടുന്ന നമ്മൾ ഇടുന്ന് കൊടുക്കുമ്പോണ്ട് അങ്ങോട്ട് നോക്കുമ്പോണ്ട് ഇവർ അവിടെ നിന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. ലാസ്റ്റ് ഉപ്പ പറഞ്ഞ് ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല, അവർ ക്ലീൻ ചെയ്യുന്നുണ്ട്, അവർക്കത് പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ അധികം ഇട്ട് കൊടുക്കാൻ വേണ്ടി നിന്നിട്ടില്ല. നമ്മൾ അവിടുന്ന് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പുറത്തിറങ്ങിയിട്ട് റോഡ് സൈഡ് ഇഷ്ടം പോലെ പ്രാവുകളുണ്ട് റോഡ് സൈഡ്. അപ്പോൾ പറഞ്ഞാൽ അവിടെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പിയും അമ്മതും അധികം സുബഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ അവർക്കറിയാം എവിടെ പ്രാവ് ഉണ്ട് എന്നുള്ളത്, രാവിലെ തന്നെ ഉണ്ടാവുക എന്നുള്ളത് അറിയാം. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഉണ്ട്, റോട്ടുമ്മലാന്ന് ഇതിൻ്റെ ഡബിളാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് അവിടെ നിന്ന് കൊടുത്തിട്ടില്ല. കാരണം അവർ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. പിന്നെ ജസു ആണെങ്കിൽ വരുന്നില്ല പ്രാവിനെ കണ്ടിട്ട്, അവിടെ നിന്ന് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് എങ്ങനെല്ലാം കൂട്ടി അപ്പുറം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇവനെയും കൂട്ടിയിട്ട് റോട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ നമ്മളങ്ങനെ റോട്ടുമ്മൽ എത്തിയിട്ടുള്ളത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഉപ്പ പറഞ്ഞ പോലെ തന്നെ ഇഷ്ടം പോലെ പ്രാവുണ്ടായിരുന്നു. പിന്നെ ഉമ്മ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഗോതമ്പ്. നമ്മൾ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ ആദ്യം മക്കത്തെ പ്രാവിന് കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കൊണ്ടുവന്നതാണ്. ഉപ്പ അതിന് വേണ്ടിക്ക് ഇഷ്ടം പോലെ കളിയാക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ കൊണ്ടുവന്നിട്ടെന്നെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് എല്ലാവരും സഞ്ചി തട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സഞ്ചിയിൽ നിന്നൊക്കെ എടുത്തിട്ട് പിന്നെ പ്രാവിന് ഇട്ട് കൊടുക്കുകയായിരുന്നു. അങ്ങനെ ജേഴ്സും കുറേ പ്രാവിനൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ റോഡ് ക്ലീൻ ചെയ്യാൻ വണ്ടി ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇട്ട് കൊടുക്കുക, അവർ അവിടെ നിന്ന് റോഡ് ക്ലീൻ ചെയ്യുക. ഇതെൻ്റെ പരിപാടി. ലാസ്റ്റ് അവിടെ നിന്ന് വിട്ടു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോഴത്തേക്കാണ് ഇഷ്ടം പോലെ ഇതിനെ കാട്ടിയുണ്ട് അവൾ പ്രാവായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഉമ്മ ജസ്വല് പറയുന്നുണ്ടായിരുന്നു, വെറുതെ അവിടെ തന്നെ എല്ലിട്ട് കൊടുത്ത് ഇവിടെയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ്. ജസ് പറയുകയും ചെയ്തു, അയ്യോ കുറച്ചും കൂടി ഗോതമ്പ് ഉമ്മാമൊക്കെ കൊണ്ടുവന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവന്. അങ്ങനെ പിന്നെ പ്രാവിനെല്ലാം കണ്ട സന്തോഷത്തിലാണ് ജസു ഉള്ളത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് നടന്നപ്പോഴാണ് അവിടെ പ്രാവിൻ്റെ ആ ഒരു എന്താ പറയുക
കൂട്ടം കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൻ വരുന്നുണ്ടായിരുന്നില്ല. ഉമ്മയും ഉപ്പയും എല്ലാവരും അങ്ങോട്ട് എത്തി, റോട്ടിൽ അങ്ങോട്ട് നടന്നവർ അങ്ങെത്തി. ഇവനാണെങ്കിൽ വരുന്നേ ഇല്ല. ഞാൻ കുറച്ച് സമയം അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വെച്ച് ഇത് വന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ ഇവൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാണ്. കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവൻ്റെ കളിയൊക്കെ. അപ്പോൾ പിന്നെ ഇവർ അങ്ങോട്ടെത്തി, നടന്നിട്ട് അങ്ങോട്ടെത്തിയില്ലേ, ഇവനാണെങ്കിൽ വരുന്നില്ല. ലാസ്റ്റ് ഉമ്മി കുറേ സമയം വിളിച്ചു വന്നില്ല. ലാസ്റ്റ് ഞാൻ അങ്ങ് നടന്നപ്പോൾ പിന്നാലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഉച്ചക്കത്തെ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ നമ്മളിവിടുന്ന് ഇറങ്ങി ഇനി നേരെ മദീനത്തേക്ക് പോയാണ്. ഇതാണ് നമ്മൾ ഉംറ ചെയ്ത് വരുമ്പോൾ ഭയങ്കര കയറ്റുണ്ടെന്ന് പറഞ്ഞത്. ഈ ഒരു കയറ്റത്തെയാണ്, നമ്മളെ ഹോട്ടലിലേക്കുള്ള ഒരു കയറ്റമാണ്. അപ്പോൾ ഇതിനോട് ഭയങ്കര ദേഷ്യമായിരുന്നു കേട്ടോ ഉംറ ചെയ്ത് വരുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമ്മൾ ഉംറ ചെയ്തിട്ട് ആ ഒരു ക്ഷീണത്തിൽ വരുമ്പോൾ ഈ കയറ്റം കൂടി കയറണം എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ആ കയറ്റൊക്കെ ഇറങ്ങി നമ്മൾ നേരെ ഒരു ബസ്സിലേക്ക് പോയാൽ ബസ്സത്തെ അങ്ങാളുള്ളത്. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ ബസ്സിലേക്ക് എടുത്ത് വെച്ചു. അങ്ങനെ പിന്നെ നമ്മൾ ബാഗെല്ലാം എടുത്ത് വെക്കുമ്പോൾ ഈ ബാഗിനൊക്കെ ടാഗ് ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അഥവാ ആ ബാഗ് ഒരേപോലത്തെ ബാഗ് ചിലപ്പോൾ ഉണ്ടാവുമല്ലോ, നമ്മളിതുപോലെ ബാഗ് എടുത്തിട്ടല്ലേ വരുന്നത്. അപ്പം മാറിപ്പോകണ്ടെന്ന് വെച്ചിട്ട് ഇവർ ടാഗൊക്കെ കെട്ടിവെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ടാഗ് പേരും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് കുറച്ചുകൂടി നല്ലതാണ്. നമുക്ക് മാറിപ്പോകാണ്ട് തന്നെ വേഗം എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അങ്ങനെ പിന്നെ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മളെല്ലാവരും ബസ്സിലോട്ടേക്ക് കയറുകയാണ് ചെയ്തത്. നമുക്ക് അന്നേരം അവിടുന്ന് ചായയൊക്കെ കുടിക്കാൻ വേണ്ടി ഗ്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചായ കൂട്ടിയിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്കും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഓൻ എടുത്ത് വെച്ചിട്ടുള്ളത്. എനിക്ക് വണ്ടിയിൽ നിന്ന് കളിക്കാനൊന്നുമില്ല, എനിക്ക് കളിക്കാനൊന്നും ഇല്ലാത്തതാണ്, അതുകൊണ്ട് എനിക്കിത് വേണമെന്നെല്ലാം പറഞ്ഞിട്ട് അതെല്ലാം എടുത്തിട്ടാണ് പിന്നെ മൊത്തത്തിലുള്ള കളി. പിന്നെ എന്താ പറയുക, ബസ്സിൽ നിന്ന് ഇതിനെ കൊണ്ടുള്ള കുറച്ച് കളിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് സമയം കുറച്ച് പോയി കിട്ടിയപ്പോൾ നമ്മൾ ഒരേ ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ബോറടിക്കുമല്ലോ. അപ്പോൾ എനിക്കുള്ള ടൈം പാസ്സായിരുന്നു ഈ ക്ലാസ്സും ആ സ്റ്റിക്കും. അങ്ങനെ പിന്നെ നമ്മളെ ബസ്സൊക്കെ വിട്ടിട്ടുള്ളത് യാത്രേൻ്റെ ദുആയൊക്കെ ഓതിയിട്ട് നമ്മളങ്ങനെ പോയി എന്ന് മദീനത്തേക്ക്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله ما شاء الله ما كان من نعمة فمن الله ما شاء الله لا حول ولا قوة إلا بالله العلي العظيم. എല്ലാവരും ഒരു ആയത്തുൽ കുർസി ഓതും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെത്തിയിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹജ്ജിന് വേണ്ടി വന്നപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി അൻഹയുടെ മഖ്ബറയാണ് ഇടത് ഭാഗത്ത് കാണുന്നത്. ഇൻഷാ അല്ലാഹ് ബസ് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ റോഡ് സൈഡിൽ തന്നെ ഒരു കെട്ടിൽ പ്രത്യേകം മഖ്ബറ കെട്ടിയത് കാണണം.
മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുമായി വീട്ടിൽ കൂടിയത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെയാണ്. അവിടെ തന്നെയാണ് മഹദി വഫാത്തായതും അവിടെ തന്നെയാണ് മറവ് ചെയ്തത്. കണ്ടില്ലേ, ഇടത് ഭാഗത്ത് ഈ റോഡ് സൈഡിൽ തന്നെയുള്ള കെട്ട്. അങ്ങനെ നമ്മൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയതാണല്ലോ, ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതായതുകൊണ്ട് ഇപ്പം നമ്മൾ എന്താ പറയുക, ഒരു വൈകുന്നേരം ആയിട്ടുണ്ട്. വൈകുന്നേരം ഒരു 4:45 അങ്ങനെ ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായ കുടിക്കാൻ അതുപോലെ തന്നെ സ്നാക്സൊക്കെ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഷോപ്പിൻ്റെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് അതുപോലെ തന്നെ എന്താ പറയുക, എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് നമ്മൾ നേരെ മദീനത്തേക്ക് പോവുകയാണ്. പിന്നെ നമ്മൾ സിയാറത്തിൻ്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും കയറിയിട്ടുണ്ടായിരുന്നു ഈ പോകുന്നതിൻ്റെ ഇടയിൽ. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഇത് വയറുവേദനയും ജസുവിന് വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായത് മസ്ജിദുൽ ഖുബ എന്ന് പറയുന്ന ഒരു പള്ളിയിലേക്കാണ്. അപ്പോൾ അവിടെയാണ് പിന്നീട് നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ എത്തുമ്പോൾ ഒരു രാത്രി ആയിട്ടുണ്ടായിരുന്നു. മസ്ജിദുൽ ഖുബ, അതുകൊണ്ട് തന്നെ ശനിയാഴ്ചകളിൽ വലിയ തിരക്കാണ്. മസ്ജിദുൽ ഖുബാവിന്റെയും പരിസരങ്ങളിലും പ്രദേശങ്ങളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യം പോകുന്നത് മസ്ജിദുൽ ഖുബാവിൽ. ഒന്നുമില്ലാത്ത ആളുകളൊക്കെ എടുത്ത് നമ്മൾ നിസ്കരിച്ച് 2 റക്അത്ത് നിസ്കരിച്ച് വേഗം നമ്മൾ പുറത്തേക്ക് ഇറങ്ങും. ബസ്സിൽ കയറിയ ഉടനെ നമ്മൾ അടുത്ത സിയാറത്ത് കേന്ദ്രത്തിലേക്ക് പോകുന്നു. ആ സിയാറത്തും കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു. ഇൻഷാ അല്ലാഹ് ആ റൂമിലെത്തിയ ഉടനെ നമ്മൾ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ റെഡിയാണ്. ആ ഭക്ഷണമൊക്കെ വാങ്ങിയിട്ട് എല്ലാവരും പോയി ആദ്യം കഴിയുമെങ്കിൽ ചെറുതായി ഒന്ന് ഫ്രഷ് ആവുക. നമ്മൾ കാണുന്ന കാഴ്ചകളാണ് പല വേഷത്തിലും കോലത്തിലും ശബ്ദം ഉണ്ടാക്കിയിട്ടൊക്കെ. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവർക്ക് കാഴ്ച വസ്തുക്കളെ പോലെയാണ് പലരും കാണുന്നത്. അതല്ല, ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് സംസാരിക്കാം. അവിടെ പോയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് ആ മനോഹരമായ പള്ളി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മസ്ജിദുൽ ഖുബാ. ഈ 4 മിനാരങ്ങളുള്ള ഈ വെള്ളക്കൊട്ടാരമാണ് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന് ആദ്യമായി ഉണ്ടാക്കിയ പള്ളി ഇതാണ്. അങ്ങനെ നമ്മളെ മസ്ജിദിൻ്റെ ആ ഒരു ഭാഗത്ത് നമ്മളെ ഇറക്കിയിട്ടുണ്ട് എല്ലാവരെയും. അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും വേറെ വേറെയാണ് പോയിട്ടുണ്ടായിരുന്നത്. കുട്ടികൾ അങ്ങനെ അലോഡ് ആക്കുന്നില്ല. അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ നിസ്കരിക്കാൻ വേണ്ടിക്ക് പോയി. അങ്ങനെ വുളുവൊക്കെ എടുത്ത് നിസ്കരിക്കാൻ വേണ്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ സംസം വെള്ളമൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ സംസം വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ അങ്ങനെ നേരെ എന്താ പറയുക ബസ്സിലേക്ക് പോയാൽ അതിൻ്റെ ചുറ്റുപാടെന്ന് പറയുന്നത് നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാൻ തന്നെ. അതുപോലെ തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് പിന്നെ നേരെ ഇടത്തേക്ക് പോയി എന്ന് എന്താ പറയുക മസ്ജിദുൽ കിബിലത്തേനി എന്ന് പറയുന്ന ആ ഒരു പള്ളിയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പള്ളി അന്നേരത്തേക്ക് അടച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നല്ല, ഒരു ആശ കഴിയുമ്പം തന്നെ ഈ ഒരു പള്ളി അടക്കാറുണ്ടെന്നാണ് പറയുന്നത്. നേരത്തെ ഇവിടെ എത്താമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേ നമ്മൾ പല സ്ഥലത്തും ഇറങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ നിന്ന് തിരിച്ച് ബസ്സിൽ കയറി ഇങ്ങോട്ടേക്ക് വരുമ്പം തന്നെ ലേറ്റായി പോയി. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റാതിരുന്നത്. അതുകൊണ്ട് നമുക്കിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് നേരെ ഇവിടുന്ന് പോയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഉഹുദ് യുദ്ധം നടന്ന ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മതിൽക്കെട്ട് പോലെ കാണുന്ന ഇതിൻ്റെ ഉള്ളിലാണ് ഷഹീദായിട്ടുള്ള ആൾക്കാരെ ഖബറൊക്കെ ഈ കെട്ടിൻ്റെ ഉള്ളിലാണ് അവരുടെയൊക്കെ ഖബറുള്ളത്. ആ കാണുന്ന മലയാണ് ഉഹുദ് മല. അങ്ങനെ പിന്നെ അവിടുത്തെ സിയാറത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ നേരെ ഹോട്ടലിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപാട് തന്നെ നല്ല തണുപ്പായിരുന്നു. എന്താ പറയുക, മസ്ജിദുൽ ഖുബാൻ്റെ അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെയും നല്ല തണുപ്പായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മദീനത്ത് പൊതുവേ നല്ല തണുപ്പാണെന്നാണ് പറയുന്നത്, മക്കത്ത് കുറവും. അപ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ വന്നിടത്തോളം നമുക്ക് മനസ്സിലായത് മക്കത്ത് എന്ന് പറയുന്നത് തണുപ്പില്ല. കാരണം അവിടുന്ന് തവാഫൊക്കെ ചെയ്യുന്ന സമയത്തൊന്നും തീരെ തണുപ്പുണ്ടായിരുന്നില്ല. എന്നാൽ മദീനത്ത് നല്ല അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും റൂമിലേക്ക് പോയാൽ ചെയ്യുന്നത്. നമ്മൾക്ക് അവിടുന്ന് കീ തരുമ്പം തന്നെ ഫുഡും തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇനി റൂമിലേക്ക് എത്തിച്ച് തരണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി അതിനുള്ള ടൈം ഇല്ലല്ലോ, ഇപ്പം തന്നെ സമയം നന്ന ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഫുഡും കളക്ട് ചെയ്ത് വന്നു. നമ്മൾ റൂമിലെത്തി ഒന്ന് ഫ്രഷായി നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നീട് നമ്മൾ റൂമിൽ
റൂമിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അതുപോലെ തന്നെ ഫ്രഷായി നല്ല പുതിയൊരു ഡ്രസ്സ്, അതായത് നമ്മളെ കൂട്ടത്തിൽ നല്ലൊരു ഡ്രസ്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ പുതിയൊരു ഡ്രസ്സ് എടുത്തിട്ട് സുഗന്ധമൊക്കെ പൂശിയതിന് ശേഷം മദീനത്തേക്ക് പോകണം എന്നാണ് പറയുന്നത്. കാരണം നമ്മൾ മുത്ത് നബീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ആ ഒരു നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ആ മദീനത്തേക്ക് പോകണം. അങ്ങനെ നമ്മളിതാ നടന്ന് കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നടന്ന് നമ്മളങ്ങനെ മദീനത്തേക്ക് എത്തിയിട്ടാണ് ഉള്ളത്. ആ ദൂരത്ത് തന്നെ ആ മദീന കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട്. കാരണം നമ്മൾ മക്ക എന്ന് അറിയുന്നത് ആ ഒരു ചുറ്റുപാട് നമുക്ക് ആ കഅബ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ കാണാൻ പറ്റത്തില്ല. നമുക്ക് അകത്തേക്ക് ചെന്നിട്ടാണ് ആ ഒരു മക്കൻ്റെ ആ ഒരു കഅബൻ്റെ ആ ഒരു ഭംഗി കാണാൻ പറ്റുന്നത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ആ ദൂരത്ത് നിന്ന് തന്നെ ആ മദീനൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ പുറത്ത് ഇലിട്ട് നടക്കുമ്പോൾ അതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഉള്ളിൽ കയറിയതായിരുന്നു. പിന്നെ വീഡിയോ അലോഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് പിന്നെ അകത്തേക്ക് കയറിയത്. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്താ പറയണതെന്ന് അറിയില്ല, മനസ്സിനൊരു സന്തോഷം ഉണ്ടാവാന്നറിയില്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അതിൻ്റെ അകത്ത് കയറിയപ്പോൾ. നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിക്ക് എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് റൗള ഷെരീഫിലൊക്കെ കയറണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിക്ക് അവിടെ ഒരു എന്താ പറയുക സെക്യൂരിറ്റിയും അതിൻ്റെ ഒരു ഭാഗമൊക്കെ അവിടെ ഉണ്ട്. എന്തെങ്കിലും ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ അത് ചോദിച്ചു. പക്ഷെങ്കിൽ നമുക്ക് കിട്ടിയിട്ടില്ല റൗള ഷെരീഫിലേക്കുള്ള എൻട്രി. അങ്ങനെ അതിൻ്റെ ഒരു സങ്കടമുണ്ട് മനസ്സിൻ്റെ അകത്ത്. ഇന്നത്തെ ആ ഒരു ദിവസം അവിടെ നിൽക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ തിരിച്ച് നമ്മളിപ്പോൾ റൂമിലേക്ക് പോയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയാണ്. നാളത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.